CCTV ഷോർട്ട് ന്യൂസ് നിങ്ങൾക്കായി സമർപ്പിക്കുന്നത് പവർ ഗാർഡ് സോളാർ സിസ്റ്റം കൂനമുച്ചി. നമസ്കാരം. CCTV ഷോർട്ട് ന്യൂസിലേക്ക് സ്വാഗതം. KPCC ജനറൽ സെക്രട്ടറി PT അജയ് മോഹൻ കുന്നംകുളത്ത് UDF സ്ഥാനാർത്ഥിയായേക്കും. പ്രഖ്യാപനം വൈകില്ലെന്ന് സൂചന. ഔദ്യോഗിക പ്രഖ്യാപനത്തിനു ശേഷം കുന്നംകുളത്ത് ആവേശകരമായ സ്വീകരണവും റോഡ് ഷോയും ഒരുക്കാൻ UDF നേതൃത്വം. ഗുരുവായൂർ ക്ഷേത്രത്തിലെ പുതിയ മേൽശാന്തിയായി പാലക്കാട് ചെർപ്പുളശ്ശേരി തെക്കുപറമ്പത്ത് മനശ്രീ നിലയത്തിൽ നാരായണൻ നമ്പൂതിരിയെ നറുക്കെടുപ്പിലൂടെ തിരഞ്ഞെടുത്തു. നിയുക്ത മേൽശാന്തി മാർച്ച് 31 രാത്രി സ്ഥാനമേൽക്കും. ഏപ്രിൽ 1 മുതൽ 6 മാസമാണ് കാലാവധി. മണത്തലയിൽ പോലീസ് ജീപ്പും മിനിലോറിയും കൂട്ടിയിടിച്ച് 5 പേർക്ക് പരിക്ക്. ചാവക്കാട് സ്റ്റേഷനിലെ SIമാരായ ബാസിദ്, ആഷിഫ്, സുദർശന, പോലീസ് ഡ്രൈവർ അമർ, മിനിലോറി ഡ്രൈവറായ സാദിഖ് എന്നിവർക്കാണ് പരിക്കേറ്റത്. LDF കുന്നംകുളം നിയോജകമണ്ഡലം കമ്മിറ്റി ഓഫീസ് പ്രവർത്തനം ആരംഭിച്ചു. ഗുരുവായൂർ റോഡിൽ CSI പള്ളിക്ക് സമീപം സജ്ജമാക്കിയ ഓഫീസിന്റെ ഉദ്ഘാടനം CPM ജില്ലാ സെക്രട്ടറി KV അബ്ദുൽ ഖാദർ നിർവഹിച്ചു. കേച്ചേരി ചിറനെല്ലൂരിൽ കൂമ്പുഴ പാലത്തിന് സമീപം ലോറികൾ കൂട്ടിയിടിച്ചുണ്ടായ അപകടത്തിൽ 2 പേർക്ക് പരിക്ക്. ലോറികളുടെ ഡ്രൈവർമാരായ കോട്ടയം പൂവരണി സ്വദേശി മനു, വയനാട് മക്കിയാട് സ്വദേശി സുജിത് എന്നിവർക്കാണ് പരിക്കേറ്റത്. ഇവരെ കേച്ചേരി എക്സ് പ്രവർത്തകർ തൃശൂർ മെഡിക്കൽ കോളേജ് ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചു. ചൊവ്വാഴ്ച രാത്രിയിലുണ്ടായ ശക്തമായ കാറ്റിൽ അണ്ടത്തോട് പ്രിയദർശിനി റോഡിൽ ഓടിട്ട വീടിന്റെ മേൽക്കൂര തകർന്നു വീണു. ശബ്ദം കേട്ട് വീട്ടുകാർ പുറത്തേക്ക് ഓടിയതിനാൽ അപകടമൊഴിവായി. ശക്തമായ കാറ്റിലും മഴയിലും കല്ലുമുറം ചാലിശ്ശേരി റോഡിലേക്ക് മരം കടപുഴകി വീണു. വാഹനങ്ങൾ കടന്നുപോകാത്തതിനാൽ അപകടമൊഴിവായി. ശക്തമായ കാറ്റിൽ ഓടിട്ട വീടിന് മുകളിലേക്ക് മരം മുറിഞ്ഞു വീണ് വീട് പൂർണ്ണമായും തകർന്നു. ഗൃഹനാഥനുൾപ്പെടെ 2 പേർക്ക് പരിക്ക്. വന്നേരി മാവിൻ ചുവട് കോതോട് കളം റോഡിൽ താമരശ്ശേരി അറുമുഖന്റെ വീടിന് മുകളിലേക്കാണ് സമീപത്തെ മാവിന്റെ കൊമ്പ് പൊട്ടി വീണത്. വേലൂർ ഫൊറോന പള്ളിയിൽ മെയ് 7, 8 തീയതികളിൽ നടക്കുന്ന വിശുദ്ധ ഫ്രാൻസിസ് സേവ്യറിന്റെ ഊട്ടുതിരുനാളിനോടനുബന്ധിച്ച് തിരുനാൾ കമ്മിറ്റി ഓഫീസ് തുറന്നു. കുന്നംകുളം ചിറളയം ശ്രീരാമസ്വാമി ക്ഷേത്രത്തിന്റെ രാമനവമി പ്രതിഷ്ഠാദിന മഹോത്സവം മാർച്ച് 25 മുതൽ 29 വരെയുള്ള ദിവസങ്ങളിൽ ക്ഷേത്ര ചടങ്ങുകളോടും കലാപരിപാടികളോടും കൂടി ആഘോഷിക്കുമെന്ന് ഭാരവാഹികൾ വാർത്താസമ്മേളനത്തിൽ അറിയിച്ചു. പൊന്നാനികോളിലെ പ്രധാന ജലസ്രോതസ്സായ നൂറടിത്തോട് പറ്റുന്നതുമൂലം പുഞ്ച കർഷകർക്ക് ആശങ്ക. പുന്നയൂർകുളം, പരൂർ, ഉപ്പുങ്ങൽ കോൾപ്പടവുകളിലെ 900 ഏക്കർ പുഞ്ചകൃഷിയാണ് വെള്ളം ലഭിക്കാതായതോടെ പ്രതിസന്ധിയിലായത്. മതസൗഹാർദ്ദത്തിന്റെയും സാഹോദര്യത്തിന്റെയും സന്ദേശം പകർന്ന് കുന്നംകുളം പ്രസ് ക്ലബ് ഇഫ്താർ സംഗമം സംഘടിപ്പിച്ചു. 2024 സംസ്ഥാന ഫോക്ലോർ അക്കാദമി അവാർഡ് സുന്ദരൻ മുണ്ട്രക്കോടിന്. അനുഷ്ഠാന ആചാരകലയായ മലവഴിയാട്ടമാണ് സുന്ദരനെ അവാർഡിന് അർഹനാക്കിയത്. വേലൂർ പഞ്ചായത്ത് ഹിന്ദു ഏകതാ സമിതിയുടെ നേതൃത്വത്തിൽ ഹിന്ദു ഏകതാ സമ്മേളനം നടത്തി. CCTV ഷോർട്ട് ന്യൂസ് നിങ്ങൾക്കായി സമർപ്പിക്കുന്നത് പവർ ഗാർഡ് സോളാർ സിസ്റ്റം കൂനമുച്ചി. ഇതോടെ ഷോർട്ട് ന്യൂസ് സമാപിക്കുന്നു. കൂടുതൽ വാർത്തകൾക്കും വിശേഷങ്ങൾക്കും ഞങ്ങളുടെ വെബ് പേജ്, ഫേസ്ബുക്ക് പേജ്, യൂട്യൂബ് എന്നിവ സന്ദർശിക്കുക. തത്സമയ വാർത്തകൾക്കായി www.cctv online.tv സന്ദർശിക്കുക. നമസ്കാരം.